ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ ഷവർമയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിൽ തന്നെ ഷവർമ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിൻ്റെ മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 10-12 ചെറിയുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ തക്കാളി, 5-6 പച്ചമുളക്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, കുറച്ച് മല്ലിയില, ഒരു ഉണ്ട വെളുത്തുള്ളി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അര ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് കസൂരി മേത്തി, 1 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ നിങ്ങൾ പൊടിച്ച കുരുമുളകാണെങ്കിൽ 1 ടീസ്പൂൺ പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അടുപ്പിൽ വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കുക. നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നുള്ള ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഷവർമയ്ക്ക് സ്കിന്നുള്ള ചിക്കനാണ് എടുക്കുക. അപ്പോൾ ഇതിനി കൈവച്ചിട്ട് നന്നായിട്ട് മസാല യോജിപ്പിച്ചെടുക്കുക, മിക്സാക്കി എടുക്കുക. ഇനി ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് മയോണൈസ്, പച്ചക്കറി എന്നിവ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണ്ട വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് ചേർത്തിട്ട് അടിച്ചെടുത്തു. അപ്പോൾ കറക്റ്റ് പാകമായിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് വീണ്ടും 1 കപ്പ് കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മയോണൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസാണെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കൂടുതൽ ടൈമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പകുതി വേവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ആറിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ വെന്ത് വരുന്ന ടൈമിൽ നടുഭാഗത്ത് ഇതുപോലെ വെള്ളം ഊറി വരും. അതൊരു സ്പൂണ് വെച്ചിട്ട് കോരി മാറ്റാം. ചിക്കൻ്റെ വെള്ളം മുഴുവനും ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരി മാറ്റണം. അതിനുശേഷം ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് വരും. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഉള്ളി, തക്കാളി,
മല്ലിയില എന്നിവയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ ടൈം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒന്ന് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുബൂസ് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. കുബൂസ് 2 ഭാഗവും ചൂടാക്കിയെടുക്കുക. ഇനി ഷവർമ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നടുഭാഗം ഒന്ന് കീറിയെടുക്കുക. ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഈ കുബൂസ് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൽ മയോണീസ് ചേർത്ത് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ട് മയോണീസ് എല്ലാ ഭാഗങ്ങളിലും ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചുകൂടി മയോണീസ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഷവർമ ഇവിടെ തയ്യാറായി. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് ഈ ഷവർമക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.